അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് അത് നിസ്കാരം, നോമ്പ് അല്ലെങ്കിൽ സക്കാത്ത് ഇതൊന്നുമല്ല. ഇതൊക്കെ ഫർളായ കാര്യങ്ങൾ. നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതിനാണ് പറയുന്നത് ദുആ, പ്രാർത്ഥന. നമ്മൾ അള്ളാഹുവിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന. നിസ്കാരം നമ്മൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. പക്ഷേ എത്ര പേർക്ക് നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് കിട്ടുന്നുണ്ട്? അതൊരു സംസാരമായി തോന്നുന്നുണ്ട്. എന്തോ ചിന്തയോടെയാണ് നിസ്കരിക്കുന്നത്. പക്ഷെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന, അതില്ലെങ്കിൽ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? അള്ളാഹു പ്രാർത്ഥനയിലൂടെ ദുആയിലൂടെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയാണ്. മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അള്ളാഹുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ എത്ര ചോദിച്ചാലും അള്ളാഹു തരും. ജനങ്ങൾ അങ്ങനെയല്ല. നമ്മൾ എത്രമാത്രം കൂടുതൽ ചോദിക്കുക അതനുസരിച്ച് നമ്മളോട് വെറുപ്പ് വരും. അള്ളാഹു നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് നമ്മളോട് സ്നേഹം വരും. നമ്മൾ ചോദിക്കുന്ന കാര്യം ലഭിക്കുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും അള്ളാഹു തള്ളപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി നാളെ പരലോകത്ത് നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരും. അപ്പം നിങ്ങൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞാൻ ഇത്രമാത്രം ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് ഇത്ര ഇബാദത്തുകൾ, ഇത്ര പ്രതിഫലം കിട്ടി എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ് നിങ്ങൾക്കതെല്ലാം ഒരു സൽക്കർമ്മമായി ഞാനിവിടെ വെച്ചത്. അപ്പോൾ അവിടെ പറയും എത്ര ആൾക്കാർ, അള്ളാഹുവേ, എൻ്റെ ദുനിയാവിൽ ഒരുപാട് പ്രാർത്ഥന നീ അവിടെ തന്നെ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം അത് നമ്മൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ അള്ളാഹു തരികയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ എവിടെയും പോകുന്നില്ല. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിഡന്റിൽ നിന്നും, നിങ്ങൾ അപകടത്തിൽ നിന്നും അതും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വരേണ്ട ഒരുപാട് മുസീബത്തുകളും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരുപാട് പൈസയും നിങ്ങളുടെ ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പ്രാർത്ഥന വേസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ദുർഭാഗ്യകരം എന്ന് പറയുന്നത്. അതാണ് ഖലീഫ ഉമർ പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്നൊരു ഭയമില്ല, പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടുമോ എന്നോർത്തിട്ടാണ് പേടിയെന്ന്. പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് വേണം. നിസ്കരിച്ചിട്ട് ഒരുപാട് പേർ ഓടുന്നത് കാണാം. സുബ്ഹാന പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചെങ്കിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് പോലും അവർക്ക് പോലും അറിയില്ല. അപ്പം മനസ്സ് തുറന്നുള്ളൊരു പ്രാർത്ഥന, അതാണ് വേണ്ടത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടണം, ആവശ്യമുള്ളത് വേണ്ടി മാത്രം, അതല്ല. അള്ളാഹു എന്താണ് പ്രാർത്ഥനയോട് ആഗ്രഹിക്കുന്നത്? അവനോട് സംസാരിക്കുക. മനസ്സ് തുറന്ന് അവനോട് സംസാരിക്കുക. അതാണ് പ്രാർത്ഥനയോട് അള്ളാഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാനുള്ള അവസരം ചില ആൾക്കാർക്ക് അള്ളാഹു കൊടുക്കുന്നത്. അതാണ് പരീക്ഷണം. ഈ പരീക്ഷണം വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുന്നത്, തഹജ്ജുദിന് ഇരുന്നിട്ടും രാത്രി ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക, പള്ളിയിൽ ഒരു 50 ആളുണ്ടെങ്കിൽ അതിൽ ഏതോ 2 or 3 ആൾക്കാരായിരിക്കും ദുആ നല്ല മനസ്സ് തുറന്ന് എല്ലാവരും പോയാൽ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് നോക്കുക, അവർ നിങ്ങൾ ആലോചിക്കുക, ആരോടാണ് അള്ളാഹു അവർ സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? ആരോടാണ്? മാലിക്കുൽ മുലൂക്ക്, ഈ ലോകം സൃഷ്ടിച്ച രാജാതിരാജനായ ഏറ്റവും വലിയ VIP, കിങ് ഓഫ് ദി കിങ്. അള്ളാഹുവിനോട് സംസാരിക്കാൻ തൗഫീഖ് കിട്ടിയത് ആ 3 പേർക്കാണ്. ആ ഒരാളുടെ ബോഡി ഗാർഡ് വേണ്ട, ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ ഒന്നും എടുക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ഒരു മന്ത്രിനെ കാണെങ്കിൽ ഒന്ന് സംസാരിക്കാൻ അപ്പോയിൻമെന്റ് ലെറ്റർ എടുക്കണം, ബോഡി ഗാർഡ് വേണം. എന്നാലും നിങ്ങൾക്ക് ഷെയ്ഖിൻ്റെ ഇവിടുത്തെ അബുദാബി ഷെയ്ഖ്, ദുബൈ ഷെയ്ഖ് സംസാരിക്കാൻ പറ്റൂ. അപ്പൊ അവരുടെ ഷെയ്ഖന്മാരുടെ ഷെയ്ഖ് രാജാതിരാജനെ അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരു ഇതും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് തൗഫീഖ് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. ആ തൗഫീഖ് അള്ളാഹു ചില ആൾ കൊടുക്കും. അതാണ് പരീക്ഷണം. ഈ ബുദ്ധിമുട്ട്, പ്രയാസം, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട്, പ്രയാസം വരുന്നു അത്രമാത്രം നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സുറന്ന് സംസാരിക്കുകയാണ്. ഇതൊരു സൗഭാഗ്യമാണ് ഈ പരീക്ഷണം. നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നോ അത്രത്തോളം നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത് പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടില്ല എന്ന് ഒരു ഭയം വേണ്ട. പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു അവസരം എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സൗഭാഗ്യം. നിങ്ങൾ അള്ളാഹിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കിങ് ഓഫ് ദി കിങ്ങിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഒരു മുട്ടുസൂചിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖാലിഖായ അള്ളാഹുവിനോട് എന്തും ചോദിക്കുമ്പോൾ നല്ല തന്നെ ചോദിക്ക്. തന്നില്ലെങ്കിൽ അത് അള്ളാഹു പരലോകത്ത് തരും. നിങ്ങൾ ചോദിച്ച കാര്യം എപ്പോഴാണ് നിങ്ങൾ അർഹതപ്പെട്ടത് ആ സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കും അള്ളാഹു. അപ്പോൾ പ്രാർത്ഥന ഒരു ഇബാദത്താണ്. അതിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിങ് ഓഫ് ദ കിങ് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ
എപ്പോഴും പ്രാർത്ഥിക്കുക. ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ ഇമാം ആമീൻ ദ്വാരക്കുമ്പോൾ പോലും അവരുടെ ശ്രദ്ധ എവിടെയോ ആണ്, ഇങ്ങനെ എവിടെയോ ചിന്തിച്ചാണ് ഇമാമും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥതയോടെ തന്നെ പ്രാർത്ഥിക്കണം. അവിടെ ആമീൻ പറയുന്ന മാമൂമികളുണ്ട്, അവരുടെ ആമീൻ കൊണ്ട് ആ ദുആക്ക് ഉത്തരം കിട്ടും. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിനോടാണ്, കിങ് ഓഫ് ദി കിങ്ങിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഒരു ബോധത്തോടെ നിങ്ങൾ ജമാഅത്തിന്, അറ്റ്ലീസ്റ്റ് നാട്ടിലെങ്കിലും ആൾക്കാർ അവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട്, ജമാഅത്ത് അവിടെ ദുആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഗൾഫിലാണെങ്കിൽ എണീറ്റ് പോകുന്നു, സുബ്ഹാനല്ലാഹ് സംസാരിക്കുക. നിങ്ങൾ ഒരു മിനിറ്റ് പോലും ഒരു ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ? എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്തത് കൊണ്ടാണ്, മനസ്സ് തുറന്ന് ചോദിക്കാത്തത് കൊണ്ടാണ്. ചോദിക്കുന്നു കിട്ടുന്നില്ല, എനിക്ക് ഒഴിഞ്ഞു മാറണ്ട, എല്ലാം കിട്ടും ഇവിടെ അല്ലെങ്കിൽ പരലോകത്ത്. അപ്പോൾ ദുആ ഇരിക്കാൻ മറന്നു പോകരുത്. ദുആ ഏറ്റവും വലിയ ഇബാദത്താണ്, അത് വലിയൊരു ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.